ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കുന്നത് തിരൂർ വെള്ളിയാഴ്ച മാർക്കറ്റാട്ടോ. ഗൾഫ് മാർക്കറ്റിലുള്ള ഒരുപാട് ഐറ്റംസ് വെള്ളിയാഴ്ച മാർക്കറ്റിൽ കാണാൻ പറ്റും. ഈ ഷൂവിൻ്റെ റേറ്റ് വെറും 400 രൂപ ഉള്ളു കേട്ടോ. വെള്ളിയാഴ്ച ചന്ത എന്ന് പറയുക തിരൂർ ഗൾഫ് മാർക്കറ്റിൽ നടത്തുന്ന സംഭവമാണ്. ഈ വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങൾ കിട്ടുകയുള്ളൂ കേട്ടോ. ഒന്നും ഷോപ്പിൽ വെച്ച് വിൽക്കുന്നതല്ല, പുറത്ത് വെച്ച് വിൽക്കുന്ന സാധനങ്ങളാട്ടോ വെള്ളിയാഴ്ച. ഒരുപാട് ഷൂവിൻ്റെ കളക്ഷൻ ഉണ്ട്. 400 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം വന്നാൽ ഈ സാധനം കാണില്ല കേട്ടോ. ഉള്ളി വെള്ളിയാഴ്ച ദിവസം മാത്രം വരിക. ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. 400 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഷൂകളാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണാത്ത ഐറ്റംസ് ഒരുപാട് കാണാൻ നമുക്ക് വെള്ളിയാഴ്ച ഈ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇതിനൊക്കെ 400 രൂപ ഉണ്ട് ഒരു പീസിൻ്റെ റേറ്റ്. തിരൂർ ഗൾഫ് മാർക്കറ്റിൽ നമ്മൾ റെയിൽവേ പാർക്കിങ്ങിൻ്റെ അടുത്താണ് ഈ സാധനം വേണ്ടി വെച്ചിട്ടുള്ളത്. റെയിൽവേ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് തുടങ്ങും കേട്ടോ ഈ മാർക്കറ്റ്. വെള്ളിയാഴ്ച മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വരെ ഉണ്ടാവും കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ മുതൽ തുടങ്ങിയിട്ട് ബസ് സ്റ്റാൻഡ് വരെ നീളുന്ന സംഭവമാണ്. നമ്മൾ പഴയ 10 പൈസ കേട്ടോ. അതൊക്കെ മാർക്കറ്റിൽ വന്നാൽ കിട്ടും. നമുക്ക് വെള്ളിയാഴ്ച മാർക്കറ്റ് വന്നതിൽ ഇങ്ങനത്തെ ഒരുപാട് കോയിൻസുകൾ നമുക്ക് കിട്ടും. പല നാട്ടിൻ്റെ കോയിൻസ് കിട്ടും. ഇത് നോക്കൂ, ഇതൊക്കെ നമ്മൾ എത്ര പൈസയാണ് കാണുന്നത്? 25 പൈസ കാണുന്നത്. ഇത് 20 പൈസ, 10 പൈസ കേട്ടോ. നമ്മളെ 10 പൈസയാണ് കാണുന്നത്. പിന്നെ കാണുന്നത് ഇത് 20 പൈസ കേട്ടോ. 20 പൈസ കാണാത്തവർ കണ്ടോളിയും. ഇതൊക്കെ നമ്മൾ പണ്ട് മിഠായി മേടിച്ചിരുന്ന സാധനം കേട്ടോ, 20 പൈസക്കൊക്കെ. ഇതൊക്കെ നമ്മളെ നാട്ടിലത്തെ പൈസകളുണ്ട്. പിന്നെ പുറത്തുള്ള ഇതേമാതിരി കോയിൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കളക്ട് ചെയ്താൽ 2 പൈസ ഉണ്ട്. ഇത് 2 പൈസ. ഈ 2 പൈസ ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഓർമ്മയുള്ള ആളുകളുണ്ടാകാം. ഇത് എത്ര വരുന്നത് നോക്കാം പൈസ. ഇത് 10 പൈസ കേട്ടോ. ഇത് 10 പൈസയാണ് ഈ കാണുന്നത്. ഇതൊക്കെ തിരൂർ വെള്ളിയാഴ്ച മാർക്കറ്റിലുള്ള സംഭവങ്ങളാട്ടോ. ഇത് മോതിരക്കല്ലുകളുണ്ട്. ഫൈറോസ്, അക്കീക്ക്, യാക്കൂത്ത്, അങ്ങനെ പല കല്ലുകളും ഈ വെള്ളിയാഴ്ച മാർക്കറ്റിൽ വന്നാൽ കിട്ടും. ഇതൊക്കെ നിങ്ങൾ നോക്കാൻ അറിയുന്ന ആൾക്കാർ ശരിക്കും നോക്കി മേടിക്കണം കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞ ചന്തയിൽ വിൽക്കുന്ന വലിയ സംഭവമാണ്. അപ്പം അറിയുന്ന ആൾക്കാർ നോക്കി മേടിക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് മേടിക്കാം. ഇതൊക്കെ പല നാണയങ്ങളാട്ടോ ഈ കാണുന്നത്. ഒരുപാട് ഐറ്റംസ് നാണയങ്ങൾ ഇവരെടുത്തുണ്ട് കേട്ടോ. ചെറിയ റേറ്റ് കൊടുത്താൽ നമുക്ക് പൈസ കൊടുത്താൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ സാധനങ്ങളൊക്കെ ചെറിയ പൈസ കൊടുത്താൽ മേടിക്കാൻ കിട്ടും. ഇതൊക്കെ ലേഡീസ് ബാഗാണ് ഈ കാണുന്നത്. വെറും 100 രൂപ 150 രൂപ വില വരുന്ന ലേഡീസ് ബാഗുകളാണ് കാണുന്നത്. തിരൂർ ഗൾഫ് മാർക്കറ്റിൻ്റെ പ്രത്യേകത കേട്ടോ. ഇത് വെള്ളിയാഴ്ച ദിവസത്തിൽ മാത്രം ഇങ്ങനെ വില കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാവും. 100 രൂപ 150 രൂപയ്ക്ക് ബാഗ് കിട്ടുമ്പോൾ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഹൈ ക്വാളിറ്റി സാധനം എന്തായാലും ഈ റേറ്റിന് കിട്ടില്ലല്ലോ. എന്നാലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം. 100 രൂപ 150 രൂപക്കൊക്കെ 2 മാസം ഉപയോഗിച്ചാൽ ക്യാഷ് മുതലായല്ലോ. ലേഡീസ് ബാഗിൻ്റെ ഐറ്റംസ്, ചെരുപ്പുകളുടെ ഐറ്റംസ്, ഇതൊക്കെ 100 രൂപ 150 രൂപയുടെ ചെരുപ്പാണ് കാണുന്നത് കേട്ടോ. ഇന്നേ ദിവസം ഷോപ്പുകളൊക്കെ അവധിയാട്ടോ. തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച എല്ലാ ഷോപ്പുകളും അവധിയാണ്. ഈ ചന്ത ഉള്ള ദിവസം എല്ലാ ഷോപ്പുകളും അവധിയാട്ടോ. ഈ ജേഴ്സിൻ്റെ റേറ്റ് 100 രൂപ കേട്ടോ. ജേഴ്സിൻ്റെ റേറ്റ് 100 രൂപ. ഇത് വാച്ചുകൾ ഐറ്റംസ്, ലേഡീസ് ആൻഡ് ജെൻസിൻ്റെ വാച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് വലിയൊരു മാർക്കറ്റാട്ടോ. വലിയൊരു മാർക്കറ്റാണ്. ജനങ്ങളും ഒരുപാട് ജനങ്ങളുണ്ടാവും. പബ്ലിക്കിനെ നമുക്ക് വീഡിയോയിൽ ഇടാൻ പാടില്ല നിയമപ്രകാരം. അതുകൊണ്ട് ഞാൻ പബ്ലിക്കിനെ കാണിക്കാത്തത്. സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, പ്രൊഡക്റ്റുകൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. വെറൈറ്റി ഐറ്റംസ് വില കുറച്ച് കിട്ടും നിങ്ങൾക്ക്. നമുക്ക് പഴയ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾ, മൊബൈലിൻ്റെ നമ്മൾ കിട്ടാത്ത സാധനങ്ങൾ, അതൊക്കെ തിരൂർ വന്നാൽ വെള്ളിയാഴ്ച വന്നാൽ കിട്ടും കേട്ടോ. റേഡിയോൻ്റെ ഐറ്റംസ്, ഇലക്ട്രോണിക്സിൻ്റെ എന്ത് സാധനങ്ങളും ചിലപ്പോൾ നമുക്ക് തിരൂർ വന്നാൽ കിട്ടും. ടോർച്ച് ഐറ്റംസ്, അങ്ങനത്തെ അയൺ ബോക്സിൻ്റെ എന്തെങ്കിലും സംഭവങ്ങൾ ഒക്കെ പഴയ സാധനങ്ങൾ ഇവിടെ അതിൻ്റെ പാർട്സുകളൊക്കെ കിട്ടും കേട്ടോ വെള്ളിയാഴ്ച മാർക്കറ്റിൽ. ഇതൊക്കെ കുട്ടികളുടെ ഡ്രസ്സ് ഐറ്റംസ് അതാണ്. ഇതൊക്കെ ചെറിയ റേറ്റ്. ഇത് ഒരു പീസിൻ്റെ റേറ്റ് 150. ഇത് ടോയ്സ് ആട്ടാ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 180 രൂപ കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബൈക്ക്, ഇതൊക്കെ ഹിന്ദിക്കാരാണ് വിൽക്കുന്നത്. ഈ സാധനങ്ങൾ വിൽക്കുന്നത് ഒരു ഹിന്ദിക്കാരാട്ടോ. കാറ്, ബൈക്ക്, അങ്ങനത്തെ ഒക്കെ 150 180 രൂപക്ക് കിട്ടും.
അവർ 200 രൂപ നമ്മളോട് പറയുന്നുണ്ട്, പക്ഷേ 180 കൊടുത്താൽ കിട്ടും. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. പല ഐറ്റംസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പല ഐറ്റംസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തിരൂർ വെള്ളിയാഴ്ച മാർക്കറ്റിലുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. തിരൂർ മാർക്കറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിലോ ഒക്കെ എന്നെ ബന്ധപ്പെട്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറഞ്ഞു തരും. എൻ്റെ നമ്പർ ഞാൻ പറയുന്നുണ്ട്, 9895654452, 98 95 65 44 52. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പും നമ്മൾ ചെയ്തു തരും. തിരൂർ മാർക്കറ്റിനെ സംബന്ധിച്ച് എന്ത് ഹെൽപ്പും ചെയ്തു തരും. ഈ സംഭവങ്ങൾക്ക് എൻ്റെ റേറ്റ് വരുന്നത് 1000 രൂപ 1500 രൂപ ഉള്ളൂ കേട്ടോ. വലിയ സ്പീക്കറാണ് നേരത്തെ കണ്ടത്. ഇത് നമ്മുടെ ബാഗാണ്. ഇതിൻ്റെ റേറ്റൊക്കെ വരുന്നത് 200 രൂപ കേട്ടോ. ഇത് ഈ ബാഗിൻ്റെ റേറ്റ് 200 രൂപ വരുന്നത്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലതും കൂടി നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ കാണിക്കാമെന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യപ്പെട്ട ചില സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഷർട്ടൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ഷർട്ടുകൾ 300 രൂപ കിട്ടും കേട്ടോ. വലിയ ആൾക്കാരുടെ ഷർട്ട് ഇതിനൊക്കെ ചെറിയ റേറ്റ് ഉണ്ട്. സാധനമൊക്കെ 30 രൂപ 50 രൂപ. ഇതൊക്കെ ഇതിന് വരുന്നത് 150 രൂപ മുതൽ 200 രൂപ വരെ ഉണ്ട് കേട്ടോ. സ്പീക്കർ ഐറ്റംസ് ആണ്. 150 മുതൽ 200 രൂപ വരെ വരുന്ന സ്പീക്കർ ഐറ്റംസ് ഉണ്ട്. പിന്നെ ക്വാളിറ്റി കുറച്ച് കൂടിയത് കുറച്ച് റേറ്റ് കൂടും. കേബിൾ ഐറ്റംസ് ഇവിടെ ഇല്ലാത്ത സാധനമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഒക്കെ ചെറിയ റേറ്റിന് കിട്ടും. ഇത് ഈ ഷോപ്പുകാർ ചെറിയ ചെറിയ ഡാമേജുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കും കേട്ടോ. അതൊക്കെ ഇവർ ഇവിടെ വിൽക്കുന്നത് അധികവും വില കുറച്ച് നമുക്ക് മേടിച്ചു കൊണ്ടുപോകാൻ പറ്റും. ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും ഇടയിലായിട്ടാണ് ഈ സംഭവം വരുന്നത് കേട്ടോ. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിന് വരുന്നവർക്കും ട്രെയിനിന് വരുന്നവർക്കും സൗകര്യമാണ്. തിരൂർ ഗൾഫ് മാർക്കറ്റിലോട്ട് വരുവാൻ സാധനം പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വളരെ സൗകര്യമാണ്. നമുക്ക് നടന്ന്